സാറേ എന്റെ മോക്ക് ഒരു അഡ്മിഷൻ വേണം. അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മോക്ക് ഏത് സബ്ജക്റ്റ് ആകട്ടെ? അവൾക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ബയോളജി സയൻസ് മതിയെന്നാ പറഞ്ഞത്. ബയോളജി സയൻസോ? അതിനെന്താ 1,50,000 രൂപയാവും. 1,50,000? സാറേ എന്റെ കയ്യിൽ അത്ര ഇല്ല. പിന്നെ എത്ര ഉണ്ട്? എന്റെ കയ്യിൽ ഒരു 1,00,000. അയ്യോ, ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് നോക്കാം. അയ്യോ സാറേ, എന്റെ മോൾ നന്നായിട്ട് പഠിക്കും, 9 A+ ഒക്കെ ഉള്ളതാ. പക്ഷേ എങ്ങും അഡ്മിഷൻ കിട്ടിയില്ല. അവൾക്ക് ബയോളജി തന്നെ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഈ 1,00,000 രൂപയ്ക്ക് ബയോളജി തന്ന? ഇത് പുറത്ത് 2-3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ താങ്കൾക്ക് എങ്ങനെ ഞാൻ ഇത് 1,00,000 രൂപയ്ക്ക് തരും? സാറേ മോളുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആവണമെന്നാണ്. അങ്ങനെ ആഗ്രഹം പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പൈസ വേണ്ടായോ? പൈസ വേണോ? ആദ്യം വീട്ടിൽ ചെന്ന് മോളെ പറഞ്ഞ് മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ സയൻസ് മോശം സബ്ജക്റ്റാണ്, നല്ല സബ്ജക്റ്റാ. മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്നാ ശരി. എക്സ്ക്യൂസ് മീ, എന്റെ മോനൊരു അഡ്മിഷൻ വേണം. പൈസ എനിക്കൊരു വിഷയമല്ല. സാറിന്റെ മോനെ ഏത് സബ്ജക്റ്റാ വേണ്ടേ? അവന് ബയോളജി സയൻസ് മതി. പിന്നെന്താ സാർ, 2,00,000 രൂപയാവും. പൈസ എനിക്കൊരു വിഷയമല്ല മിസ്റ്റർ. അവൻ അഡ്മിഷൻ കിട്ടിയാൽ മതി. പിന്നെ ഒരു കാര്യം, അവനാണെങ്കിൽ 10 വലിയ മാർക്കൊന്നുമില്ല. ഒരു A+, 4 D+ ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം സാർ? ഒരു കുഴപ്പമില്ല. മോൻ അഡ്മിഷൻ ഇവിടെ റെഡി. അപ്പൊ പൈസ ഇന്നാ കടക്കാലോ. അവിടെ കൗണ്ടർ ഉണ്ട്, അവിടെ അടച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. പിന്നെ എന്റെ പെങ്ങടെ മോനൊരു അഡ്മിഷൻ വേണം. അവനിപ്പോ 8ാം ക്ലാസ്സിലാണ്, പഠിക്കാൻ വേണ്ട. അങ്ങനെ ഒരു പോളിസി ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ ഒരു സീറ്റ് 1,00,000 രൂപയാവും. പൈസ എനിക്കൊരു വിഷയമാണ്. എനിക്ക് അതിന്റെ കൂടെ അടച്ചു. ഓക്കെ ഓക്കെ ഓക്കെ.